ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ പടച്ചതമ്പുരാൻ മനുഷ്യനെ ഈ ഭൗതിക ലോകത്തേക്ക് നിയോഗിക്കുന്ന സമയത്ത് മനുഷ്യവംശത്തിന്റെ ഭാവിയെക്കുറിച്ച് ഒരു കൃത്യമായ കാഴ്ചപ്പാട് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നതും ഈ ജീവിതത്തിന് ശേഷം മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതും വളരെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചാണ് ഈ ലോകത്തേക്ക് മനുഷ്യനെ പറഞ്ഞുവിട്ടത്. ഓരോ സന്ദർഭങ്ങളിലും ഈ കാര്യം മനുഷ്യരെ ബോധ്യപ്പെടുത്താനും അവരെ ഉണർത്തി ആ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനും അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനമാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും. ഓരോ സമൂഹത്തിലേക്കും വന്ന പ്രവാചകന്മാർ അവരിലൂടെ അള്ളാഹു മനുഷ്യവംശത്തിന് നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അവനെ എത്തിക്കാൻ പര്യാപ്തമായതും അതിൽ നിന്ന് വഴിമാറിപ്പോകുന്ന സാഹചര്യങ്ങളെ അടച്ച് അവനെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ, അവനെ നിയന്ത്രിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളുമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു കരാറ്, അത് സ്വർഗലോകത്തേക്ക് മനുഷ്യന് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ അതിനൊരുപാട് വെല്ലുവിളികളെ അവൻ തരണം ചെയ്യേണ്ടതുണ്ട്. അവന്റെ ജീവിതത്തിൽ കൃത്യമായ ആലോചനകളും ജാഗ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ അവന് ശാശ്വതമായ വിജയമാകുന്ന സ്വർഗത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ അള്ളാഹു പറയുന്നൊരു വചനം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, എല്ലാ മനുഷ്യരോടുമുള്ള അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള വാഗ്ദത്തം, കരാറ്, അത് സത്യമാണ്. അള്ളാഹു മനുഷ്യവംശത്തോട് നൽകിയിട്ടുള്ള വഅദ് അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അതൊരു മുന്നറിയിപ്പാണ്. അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കരാറ് സത്യമാണ്. അഥവാ മനുഷ്യന് സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാനും ആ സ്വർഗത്തിൽ അവനെ കാത്തിരിക്കുന്ന അനുഭൂതികളെയും അനുഭവങ്ങളെയും ആസ്വദിക്കാനും അവന് സാധിക്കും. അത് അള്ളാഹുവിന്റെ കരാറാണ്. പക്ഷെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യനെ തിരിച്ചു കളയുന്ന രണ്ട് കാര്യങ്ങളെ കൃത്യമായി അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒന്നാമത്തേത് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, മനുഷ്യൻ ഇപ്പോൾ ജീവിക്കാൻ ആരംഭിക്കുന്ന ദുനിയാവിലെ ജീവിതം, ആ ജീവിതം മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുപോകുന്നിടത്ത് അവനെ വഞ്ചിക്കുന്ന, അവനെ ചതിയിൽപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മറ്റൊന്ന്, ഒരു വലിയ വഞ്ചകനായ ഒരു ശക്തിയുണ്ട്. അതിനെയാണ് നമ്മൾ ഇബ്ലീസ്, പിശാച്, ശൈത്താൻ എന്നൊക്കെ പറയാം. അവൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവ് വഞ്ചിക്കാതിരിക്കട്ടെ, ഏറ്റവും വലിയ വഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇത് ഈ ലോകത്തേക്ക് മനുഷ്യനെ നിയോഗിക്കുന്ന സമയത്ത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കരാറാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു ജാഗ്രതാ നിർദ്ദേശമാണ്. അഥവാ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം, ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഈ ലോകത്തെ ജീവിതം ശാശ്വതമാണ് എന്ന് കരുതിയല്ല. അത് അബദ്ധമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോക ജീവിതം ശാശ്വതമല്ല. നമുക്കിടയിൽ നമുക്ക് പരിചയമുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെ നിന്ന് മരണപ്പെട്ട് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു. അതിൽ സമ്പത്തുള്ളവരുണ്ട്, വലിയ നിലവാരത്തിൽ ജീവിച്ചവരുണ്ട്, വലിയ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വലിയ പദവികൾ കൈയാളിയവരുണ്ട്.
ആഗ്രഹിച്ചാൽ എന്തും ചെയ്യാൻ കഴിയുന്ന എല്ലാത്തിന്റെയും ഉടമകളായ ആളുകൾ. പക്ഷേ അവർക്ക് അവരുടെ ജീവിതത്തെ ഒരു നിമിഷ നേരം പോലും ദീർഘിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ഈ ലോകം വിട്ടുപോയവരാണ്. അതിനർത്ഥം ഈ ലോകത്ത് ആരും ശാശ്വതരല്ല. ഇവിടെ അനുഭവിക്കുന്ന സുഖം, ഇവിടെ ആസ്വദിക്കുന്ന അനുഭവങ്ങൾ, ഇതൊന്നും സ്ഥിരമായി നമുക്ക് ലഭ്യമല്ല എന്ന് കൃത്യമായൊരു ബോധ്യം എല്ലാ മനുഷ്യർക്കുമുണ്ട്. എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്? ഈ ഭൗതികമായ ലോകം കൊണ്ട് പരലോകത്ത് വരാൻ പോകുന്ന ശാശ്വതമായ ലോകത്തെ അനുഭവങ്ങളെ നേടിയെടുക്കാൻ, അവിടെ വിജയം കരസ്ഥമാക്കാൻ ഒരു മനുഷ്യന് കഴിയണമെന്നതാണ് വളരെ കൃത്യമായ അള്ളാഹുവിന്റെ നിർദ്ദേശം. ഈ ദുനിയാവിനെ ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്, കഠിനാധ്വാനങ്ങളുണ്ട്, സാമ്പത്തികമായ ചെലവ് ചെയ്യലുകളുണ്ട്, നമ്മുടെ സമയത്തിന്റെ ചെലവഴിക്കലുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ അത് ശാശ്വതമല്ല, അത് നൈമിഷികമാണ്. ഏതു സമയവും കൈമോശം വരാവുന്ന ഒരു ലക്ഷ്യമാണ് ആ മനുഷ്യൻ വെക്കുന്നത്. എന്നാൽ അതിനപ്പുറമുള്ള ഒരു പാരത്രികമായ ലോകമുണ്ട്. നമുക്ക് ഈ ഭൗതിക ലോകത്ത് അള്ളാഹു നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ഒരു കാലം, കൃത്യമായ ഒരു അവധിയാണ്. ആ അവധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് പാരത്രികമായ ലോകത്തേക്കാണ്. അത് ശാശ്വതമാണ്. അതെന്നേക്കുമുള്ള അവസാനമില്ലാത്ത ഒരു ലോകമാണ്. ഇതാണ് അള്ളാഹുവിന്റെ കരാർ. അവിടെ നമുക്ക് വിജയം വേണോ എങ്കിൽ ആ ലോകത്തെ മുന്നിൽ കണ്ട് അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റാൻ, അതിനുവേണ്ടി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, അള്ളാഹുവിന്റെ ഒരു സൂറത്തുൽ ഇസ്രായിലെ ഒരു വചനം, ഞാൻ ഓതി വെച്ച വചനത്തോട് ചേർന്നുള്ള മറ്റൊരു വചനം. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾക്ക് പെട്ടെന്ന് പ്രതിഫലം വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് മൻ കാന യുരീദുൽ ആജില, പെട്ടെന്ന് അവന് പ്രതിഫലം കിട്ടണം, പെട്ടെന്ന് അവന് റിസൾട്ട് ഉണ്ടാകണം, പെട്ടെന്ന് അവന് അതിന്റെ ഗുണദോഷങ്ങൾ അറിയണം എന്ന് കരുതുന്ന ഒരു മനുഷ്യൻ, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, ആ മനുഷ്യന്മാർക്ക് അള്ളാഹു അവർ ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്ന് അതിന്റെ ഫലങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നല്ല സമ്പന്നനാവണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് അവന് സമ്പത്തുണ്ടാകാം, അവന്റെ വരുമാനം വർദ്ധിപ്പിക്കാം, അവന് നല്ല ജോലി കണ്ടെത്താൻ കഴിയും, അവന് നല്ല ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ കഴിയും, നല്ല സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതൊക്കെ അവന് സാധിക്കാം. അള്ളാഹു അവന് അവസരങ്ങൾ നൽകുകയാണ്. എന്നാൽ സുമ്മ ജഅൽനാ ലഹു ജഹന്നം യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ. എന്നാൽ അതിനുശേഷം ഇവിടെയുള്ള ഈ ഏതാനും വർഷങ്ങളുടെ, ഏതാനും പതിറ്റാണ്ടുകളുടെ ആ ജീവിതം കഴിഞ്ഞ് വരാൻ പോകുന്ന ശാശ്വതമായൊരു ലോകമുണ്ട്. ആ ലോകം അവന്റെ ഭൗതികമായ ലോകത്തെ പ്രവർത്തനങ്ങളിൽ പാരത്രികമായ ലോകം ലക്ഷ്യമേ ആയി അവൻ കണ്ടില്ല. അതിനുവേണ്ടി അവൻ ഒന്നും നീക്കിവെച്ചില്ല. അതിനുവേണ്ടി അവൻ കാത്തിരിക്കാൻ സന്നദ്ധമായിരുന്നില്ല. എങ്കിൽ എന്താ സംഭവിക്കുന്നത്? സുമ്മ ജഅൽനാ ലഹു ജഹന്നം. അല്ലാഹു അവന് അവിടെ കൊടുക്കുന്നത് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തിനു വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കാത്ത മനുഷ്യന്മാർക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന ജഹന്നമാണ് അവനെ കാത്തിരിക്കുന്നത്. യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ. അതിലേക്ക് അവൻ വലിച്ചെറിയപ്പെടും. അവൻ അതിൽ കത്തിച്ചാമ്പലാകുന്ന ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും മോശമായ, ദയനീയമായ, നിസ്സഹായമായ ഒരവസ്ഥയുണ്ടാകും. അതാണ് അവനെ കാത്തിരിക്കുന്നത്. നോക്കൂ, ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹുവിന്റെ കൃത്യമായ ഒരു നിർദ്ദേശമാണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പ്രതിഫലം അപ്പം ആഗ്രഹിക്കുക. അത് ഭൗതികമായ ആഗ്രഹങ്ങൾ മാത്രമാണ്. നമ്മൾ നമസ്കരിക്കുമ്പോ, നമസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ എന്താ ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ അറിയണം, മറ്റുള്ളവർ അംഗീകരിക്കണം എന്നാണെങ്കിൽ ആ ആഗ്രഹം ഇവിടെ നടക്കും. മറ്റുള്ളവർ നമ്മളെ കാണും, അവർ പറയും നമസ്കാരക്കാരനാണ്, നമസ്കാരക്കാരിയാണ്, എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുന്നവരാണ് എന്നൊക്കെ പറയും. അതിന്റെ പ്രതിഫലം ഇവിടെ അവസാനിക്കുന്നു.
അതിന്റെ പ്രതിഫലത്തിന് പെട്ടെന്നുള്ള കാത്തിരിപ്പില്ലാത്ത ആഗ്രഹമാണ് അയാൾക്കുള്ളത്. എന്നാൽ വമൻ അറാദൽ ആഖിറ, മറ്റൊരാൾ അയാൾ പരലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് ഈ ലോക ജീവിതത്തിലെ താൽക്കാലികമായ നേട്ടങ്ങളെക്കാൾ ശാശ്വതമായ ലോകത്ത്, വരാനിരിക്കുന്ന ഒരു ലോകത്ത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മനസ്സിലാക്കുന്ന പാരത്രികമായ ലോകത്ത് ആ മനുഷ്യൻ പ്രതിഫലം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ട പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നുവെങ്കിൽ വഹുവ മുഅ്മിനുൻ, അവൻ പരലോകത്തിൽ വിശ്വാസമുണ്ട്, അവൻ അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, അവന് പ്രതിഫലത്തിന്റെ നാളിൽ വിശ്വാസമുണ്ട്, അവന് സ്വർഗ നരകങ്ങളിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഫഉലൈക കാന സഅയുഹും മശ്കൂറ, അവന്റെ ആ പ്രയത്നങ്ങൾ, അവന്റെ അധ്വാനങ്ങൾ അത് നന്ദിപൂർവം അവൻ സ്മരിക്കപ്പെടുന്നതും അവന് പ്രതിഫലം ലഭിക്കപ്പെടുന്നതുമാണ് എന്ന് അല്ലാഹു ശക്തമായ രൂപത്തിൽ നമുക്കൊരു മുന്നറിയിപ്പായി, ഒരു താക്കീതായി, ഒരു സന്തോഷ വാർത്തയായി അല്ലാഹു അറിയിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിപ്പണിയേണ്ടത് ഇവിടെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ജീവിതത്തിലെ നിഷ്ഠകൾ, അതുകൊണ്ടൊക്കെ നമ്മൾ എന്താ ലക്ഷ്യമാക്കുന്നത്? താൽക്കാലികമായ ഒരു നേട്ടമാണെങ്കിൽ, താൽക്കാലികമായ ഒരു പ്രതിഫലമാണെങ്കിൽ അത് ഇവിടം കൊണ്ട് അവസാനിക്കും. അതിനപ്പുറം നമുക്ക് പരലോകത്തേക്ക് മാറ്റിവെക്കാൻ, പരലോകത്തേക്ക് നീട്ടിവെക്കാൻ, അങ്ങോട്ട് പ്രതീക്ഷ അർപ്പിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതിനു വേണ്ടത് നമ്മൾ നന്മകൾ ചെയ്യുമ്പോ ആ നന്മയുടെ പിന്നിൽ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത് പരലോകത്ത് പടച്ചോനെ എനിക്കിതിന് പ്രതിഫലം തരണേ, അവിടെ നരകാഗ്നിയിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ എന്നതാവണം. ഒരു തിന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടുക്കുന്നത് പരലോക ബോധമാകണം. ആളുകൾ കാണുമെന്നതല്ല, മറ്റുള്ളവർ മനസ്സിലാക്കുമെന്നതല്ല, മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ നാണം കെട്ടുപോകുമെന്നതല്ല, മറിച്ച് പരലോകമാകണം പ്രശ്നം. പരലോകത്തിന്റെ പേരിൽ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നന്മകൾ ചെയ്യാൻ സാധിക്കുന്ന, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് വിശ്വാസം ഉണ്ടാവുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു അർത്ഥ തലങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുക. പിശാച് നമ്മുടെ മനസ്സിൽ മന്ത്രിക്കുന്നത് നമുക്ക് ഈ പറയുന്ന പരലോകത്തെ കുറിച്ചുള്ള ബോധങ്ങളിൽ നിന്ന്, പരലോകത്തെ കുറിച്ചുള്ള ആലോചനകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ ആദ്യം പിശാച് നോക്കും. നമസ്കാരത്തിന് വേണ്ടി വരുമ്പോ നമ്മൾ എപ്പോഴും നിർവഹിക്കുന്ന ഒരു ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുമ്പോ പിശാച് മനസ്സിൽ പറയുന്നത് പരലോകവുമായി ബന്ധപ്പെടാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുപോകലാണ്. ഉളുവെടുക്കുന്ന സമയത്ത്, നമ്മൾ വസ്ത്രം മാറുന്ന സമയത്ത്, നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, നമസ്കരിക്കാൻ തീരുമാനിച്ചവരാണ്, അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയതാണ്. പക്ഷെ അപ്പോഴും മനസ്സ് ശുദ്ധമല്ല എങ്കിൽ, മനസ്സിനെ കൃത്യമായി ഏകാഗ്രമാക്കി നമസ്കാരത്തിലേക്ക്, അള്ളാഹുവുമായുള്ള മുനാജാത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ നമസ്കാരത്തിൽ പിശാച് ഇടപെടുകയാണ്. ആ പിശാച്ചാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ആ പിശാച്ച് വഞ്ചകനാണ്. നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു ശക്തിയായി ആ പിശാച്ച് മാറുകയാണ്. നോക്കൂ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സൊരു ധാരണ ഉണ്ടാക്കും. ഇപ്പൊ വേണ്ട, നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം, ദഅവത്തിന്റെ ഭാഗമാകണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ വേണം, ശരിയാണ്, അത് നിർബന്ധമാണ്. പക്ഷെ ഇപ്പൊ വേണ്ട, ഒരാഴ്ച കഴിഞ്ഞാവാം, ഒരു മാസം കഴിഞ്ഞാവാം, അതല്ലെങ്കിൽ ഒരു 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സാവട്ടെ എന്നിട്ടാവാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മൾ എന്താ വിചാരിക്കുന്നത്? അതാണ് നന്മ എന്നാണ്. ഇപ്പൊ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, ഇപ്പൊ നന്നായി കഴിഞ്ഞുകൂടട്ടെ, എന്നിട്ടോ അടുത്ത റമദാൻ വരുമ്പോ നമുക്ക് ശരിയാവാം, അതല്ലെങ്കിൽ ഇത്ര വയസ്സാകുമ്പോ ശരിയാവാം, അടുത്ത ജനുവരി മുതൽ ഞാൻ നന്നായി ജീവിക്കും. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകൾ, ആ തിന്മ നിർത്തണമെന്നറിയാം, മദ്യപിക്കുന്ന ആളുകളുണ്ട്, പലിശക്ക് പണം കൊടുക്കുന്നവരും വാങ്ങുന്നവരുമുണ്ട്, അതുപോലെ ബന്ധങ്ങൾ അറ്റുപോയവരുണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമുള്ളവരുണ്ട്. അതൊഴിവാക്കാൻ എന്താണ് ചിന്ത? ഒഴിവാക്കണമെന്നറിയാം, ഒഴിവാക്കാൻ ഒരു സമയം വരട്ടെ എന്ന് പറഞ്ഞു മാറ്റിവെക്കുകയാണ്. ആ മാറ്റിവെക്കുന്നത് വാസ്തവത്തിൽ പിശാചിന്റെ പ്രേരണയായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം.
അത് പിശാചിന്റെ ഒരു കൃത്യമായ ഒരു സമ്മർദ്ദമാണ്. നമ്മുടെ ജീവിതത്തിൽ സമയം കടന്നു പോകുന്നത് വളരെ പെട്ടെന്നായിരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും, ഇന്ന് നമുക്ക് ആരാധനകൾ ചെയ്യാൻ സാധിക്കും, ഇന്ന് നമുക്ക് പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ സാധിക്കും. പക്ഷേ അടുത്ത കൊല്ലമാകുമ്പോ, അടുത്ത മാസമാകുമ്പോ, 10 വയസ്സ് കഴിയുമ്പോ, ഒരു 5 വയസ്സ് കഴിയുമ്പോ എന്താകുമെന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ കാലിന്റെ മുട്ടിന് ഒരു ചെറിയ വേദന വരുന്നു, നമ്മുടെ ഊരക്കൊരു വേദന വരുന്നു, നമ്മുടെ കൈക്കൊരു തരിപ്പുണ്ടാകുന്നു, നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയുന്നു എന്ന ശങ്കയുണ്ടാകുന്നു, നമുക്ക് പണ്ടത്തെ പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നു, ഓർമ്മ കിട്ടുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നു എന്ന പരാതി ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന ആർക്കാണ്? എനിക്കും നിങ്ങൾക്കുമാണ്, നമ്മളെ പോലെയുള്ള മനുഷ്യർക്കാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ കൃത്യമായി നമസ്കരിക്കാൻ കഴിയാത്ത, കൃത്യമായി ആരാധനകൾ ചെയ്യാൻ സാധിക്കാത്ത, ഉംറയോ ഹജ്ജോ നിർവഹിക്കാൻ ഒരു യാത്ര പോകാൻ കഴിയാത്ത ആരോഗ്യാവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ ഒരുപാട് കാലമൊന്നും വേണ്ട, ചുരുങ്ങിയ സമയം മതി. കൃത്യമായി വന്ന് പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്ന ആളുകൾ അവർക്ക് പെട്ടെന്ന് കൃത്യമായി നമസ്കരിക്കാൻ കഴിയാത്ത, ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ട അവസ്ഥയിലേക്ക് മാറുന്നു. അവർക്ക് സാധാരണ പോലെ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ഇരിക്കേണ്ടി വരുന്നു. മറ്റു ചില ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, അവർക്ക് നിൽക്കേണ്ടി വരുന്നു. വേറെയും ചില ആളുകൾ കിടക്കയിൽ ബന്ധനസ്ഥരായി കിടക്കേണ്ടി വരുന്നു. പള്ളിയിലേക്ക് നടന്നു വരുന്ന മനുഷ്യൻ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ അവന്റെ കയ്യിൽ നിന്ന് ഉറ്റിപ്പോകുന്ന ഓരോ തുള്ളി വെള്ളത്തിന്റെയും കൂടെ അവന്റെ പാപങ്ങൾ, സംഭവിച്ചു പോയ പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ നിന്ന് ഉതിർന്നു പോകുമെന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ കാലടി വെക്കുമ്പോ നമുക്ക് ഓരോ പ്രതിഫലമാണ് അള്ളാഹു, മലക്കുകൾ നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹബീബായ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാൻ ഒരുപാട് ആരോഗ്യം ആവശ്യമുണ്ട്. ഒരു വേദന കൊണ്ട്, ഒരു കടച്ചിൽ കൊണ്ട്, ഒരു തരിപ്പ് കൊണ്ട്, ഒരു ചെറിയ ബലഹീനത കൊണ്ട് നിന്നു പോകാവുന്ന നന്മകളുടെ പൂക്കാലമാണത്. അതിൽ ഒരുപാട് കാലം ആവശ്യമില്ല, പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒന്നാണ്. പിന്നെ എന്തിന്റെ പേരിലാണ് നമ്മൾ നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് നന്നാവേണ്ട നമ്മൾ, ഇന്ന് നന്മകൾ ധാരാളമായി ചെയ്യേണ്ട നമ്മൾ എന്തിനാണ് അടുത്ത വർഷത്തേക്ക്, അടുത്ത റമദാനിലേക്ക്, 40 വയസ്സിലേക്ക്, 50 വയസ്സിലേക്ക് എന്തിനാണ് നമ്മൾ മാറ്റിവെക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഹദീസുണ്ട്. ഹദീസിൽ പ്രകാരം പറയുന്നു, സമയത്തിന്റെ പെട്ടെന്നുള്ള കടന്നുപോക്കിനെ കുറിച്ച് പറയുന്ന ഒന്നാണ്. ഒരു പ്രത്യേകമായ സമയം വരുമ്പോ, ഒരു പ്രത്യേകമായ സന്ദർഭം വരുമ്പോ, ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം പോലെ തോന്നുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, നമ്മൾ തന്നെ പറയാറുണ്ട്, എത്ര പെട്ടെന്നാണ് കാലം കടന്നു പോകുന്നത്. നമ്മളൊരു കലണ്ടർ മാറ്റി ഏതാനും മാസങ്ങൾ കഴിയുമ്പോ ആ കലണ്ടർ മാറ്റി മറ്റൊന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. 2024, 25 വന്നത് വളരെ പെട്ടെന്നാണ്. ആ 25 ഇതാ കടന്നു പോകാനിരിക്കുന്നു. ആ 25 കടന്നു പോകാനിരിക്കുന്നു. നമ്മൾ ഒരു വർഷം കടന്നുപോയത് അറിയാതെയാണ്, അതിശീഘ്രമാണ് അത് കടന്നുപോയത്. പ്രവാചകന്റെ വചനം ഇങ്ങനെയാണ്, ഒരു വർഷം ഒരു മാസം പോലെ തോന്നുന്ന ആ ഒരു പ്രതീതിയിലേക്ക് എത്തുന്ന കാലം വരും. ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് സമാനമായി, ഒരാഴ്ചയുടെ ദൈർഘ്യം മാത്രം അനുഭവപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു മാസം ചുരുങ്ങിപ്പോകുന്ന കാലമുണ്ട്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു ദിവസം പോലെ. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരമാകുമ്പോ ഉണ്ടാകുന്ന ആ ഒരു പ്രതീതി മാത്രം ഒരാഴ്ചക്കുണ്ടാകുന്ന ഒരു കാലം. ഒരു ദിവസം എന്നത് ഒരു മണിക്കൂർ പോലെ കടന്നു പോകുന്ന ഒരു സമയം. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു തീപ്പൊരി തെറിച്ചു പോകുന്ന പോലെ അതിശീഘ്രം നമ്മുടെ മുന്നിലൂടെ, ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലം വരാനുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത്. നമുക്കിന്ന് 365 ദിവസം എന്ന് പറയുന്ന വർഷം അത്ര ദൈർഘ്യം തോന്നുന്നില്ല. നമ്മുടെ വയസ്സിങ്ങനെ പെട്ടെന്ന് കൂടുകയാണ്. നമ്മൾ ജീവിക്കുന്ന അവസ്ഥകൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ അതിശീഘ്രം പരിവർത്തനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോ
നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ ചുളിവുകൾ, അതിൻ്റെതായ മാറ്റങ്ങൾ, അതിൻ്റെതായ ബലഹീനതകൾ അതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് നാളത്തേക്ക് വേണ്ടി പ്രതീക്ഷയോടെ ഒരു കാര്യം മാറ്റിവെക്കുക? വരാൻ പോകുന്ന ദിവസം, വരാൻ പോകുന്ന ആഴ്ച, വരാൻ പോകുന്ന വർഷം അത് നമുക്ക് എത്രമാത്രം പ്രവർത്തനക്ഷമമാണ്, എത്രമാത്രം ആരോഗ്യകരമാണ് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആരും ഒരു പ്രവർത്തനത്തെയും നാളേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. അങ്ങനെ മാറ്റിവെച്ചാൽ നമുക്ക് സംഭവിക്കുന്ന, മനുഷ്യന് സംഭവിക്കുന്ന ഒരു അബദ്ധത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അവന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മരണം വരും. ആ മരണം വരുമ്പോ അവനറിയാം പരലോകമുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ എന്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കേണ്ടവനാണ് ഞാൻ. അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയേണ്ടവനാണ്. എന്റെ ബാല്യ കൗമാര യൗവനങ്ങളിലൂടെ കടന്നുപോയ എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾക്കും ഓരോ ഘട്ടങ്ങൾക്കും അള്ളാഹുവിന്റെ മുന്നിൽ കൃത്യമായി ഞാൻ മറുപടി പറയേണ്ടതുണ്ട് എന്ന ബോധ്യം അവനുണ്ട്. പക്ഷെ അവൻ എന്താ തീരുമാനിച്ചത്? കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, മുടിയൊക്കെ ഒന്ന് അരക്കട്ടെ, കയ്യും കാലൊക്കെ ഒന്ന് ചുളിയട്ടെ, എന്നിട്ട് ഇപ്പൊ പറയുന്ന ഈ ആഘോഷത്തിന്റെയും ആമോദങ്ങളുടെയും തിമിർപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂലയിൽ, പള്ളിമൂലയിൽ തസ്ബീഹ്മാലയുമായി പോയിരുന്ന് കുറെ ആരാധനകൾ ചെയ്ത് കുറെ ഖുർആനൊക്കെ ഓതിയിട്ട് അങ്ങനെ പ്രതിഫലമുണ്ടാക്കി ഒരു 80, 90, 100 വയസ്സാകുമ്പോ മരിച്ച് അള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നാൽ സ്വർഗം കിട്ടുമെന്ന് കരുതി ജീവിച്ച ആളാണ്. പക്ഷെ പെട്ടെന്ന് അള്ളാഹു നിശ്ചയിച്ച അവധിയെത്തുമ്പോ അവന്റെ ജീവിതത്തെ, റൂഹിനെ അള്ളാഹു മാലാഖമാർ കൊണ്ട് പിടിക്കപ്പെടുകയാണ്. ആ സന്ദർഭം ഖുർആൻ പറയുന്നു, ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഗ്മലു സ്വാലിഹൻ ഫീമാ തറക്ത്. അപ്പൊ ആ മനുഷ്യൻ പറയാൻ, പടച്ചോനെ എന്തിനാ എന്നെപ്പ കൊണ്ടുപോകുന്നത്? എനിക്കിനിയും എത്ര കാലം ജീവിക്കണം? എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെ സ്വപ്നങ്ങൾ ബാക്കിയാണ്. അതുകൊണ്ട് ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, പിടിക്കപ്പെട്ടു, പിടി വീണു എന്ന് ബോധ്യമാകും അവൻ പറയും, പടച്ചോനെ ഇർജിഊൻ റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ ഒന്ന് മടക്കി വിട്. ഒരു സ്വല്പ സമയം കൊണ്ട എന്റെ ഈ യൗവനത്തിന്റെ പ്രസരിപ്പിന്റെ കാലത്ത് എന്റെ ആത്മാവിനെ കൊണ്ടുപോകാതെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒരവസരം കൂടെ കൊണ്ടുതാ. ലഅല്ലി അഗ്മലു സ്വാലിഹൻ ഫീമാ തറക്ത്. പടച്ചോനെ ഞാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നിസ്കാരം ഒഴിവാക്കിയവനാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ വേണ്ടാന്ന് വെച്ചവനാണ്, ഒരുപാട് ഇബാദത്തുകളെ കണ്ണടച്ച് അതിനെ തള്ളിവിട്ടതാണ്, ഒരുപാട് പോരായ്മകളെ പരിഹരിക്കാതെ മുന്നോട്ട് പോയവനാണ്. അതൊക്കെ പരിഹരിക്കാൻ എനിക്കൊരു സമയം വേണം പടച്ചോനെ, ഒരു സമയം, അല്പസമയം നീ ദീർഘിപ്പിച്ചു താ എന്ന് പറയുമ്പോ അല്ലാഹ് പറയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതോ വെറുതെ പറയുന്ന ഒരു വാക്കാണ്. അല്ലാഹ് പറയാൻ, ഓൻ വെറുതെ പറയാൻ. അവസാനം അവന്റെ ആത്മാവിനെ തൊണ്ടക്കുഴിയിൽ നിന്ന് അവന്റെ റൂഹിനെ മാലാഖമാർ പിടിക്കുമ്പോ അസഹ്യമായ വേദന കൊണ്ട്, പ്രയാസം കൊണ്ട് അവനിങ്ങനെ പറയും, ഖീലമൻ റാഖ്, എനിക്ക് വേണ്ടി മന്ത്രിക്കാൻ, എനിക്ക് വേണ്ടി അസഹ്യമായ ഈ അനുഭവത്തിൽ നിന്നൊരു മോചനം തരാൻ എനിക്കാരുണ്ട് എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയം അല്ലാഹ് പറയാണ്, ഓൻ വെറുതെ എന്തൊക്കെയോ പറയാൻ, എനിക്ക് സമയം നീട്ടിക്കൊണ്ട, ഞാൻ നന്നായി ജീവിച്ചോളാം, ഞാൻ നന്മകൾ ചെയ്തോളാം, നിസ്കരിച്ചോളാം, പടച്ചോനെ നോമ്പെടുത്തോളാം, എല്ലാ നന്മയും ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചെയ്യാതിരുന്നത് സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അതിനിടക്ക് എന്നെ റൂഹിനെ കൊണ്ടുപോകല്ലേ എന്ന് പറയുന്ന വാക്ക് അത് വെറുതെ പറയാൻ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി അവന് സമയം കിട്ടും. ഏതാ സമയം എന്നറിയോ? അവന് കിട്ടാൻ പോകുന്ന സമയം അവന്റെ വീട്ടിൽ നിന്ന് നിശ്ചലമായ അവന്റെ ശരീരം വെള്ളയിൽ പുതച്ച് കൊണ്ടുപോയി 6 അടി മണ്ണിൽ കൊണ്ടുപോയി മറമാടുന്ന സമയമുണ്ട്. അവിടം തൊട്ട് യൗമി യുബ്അസൂൻ, അവന് പുനർജന്മം നൽകി, പുനർജീവിതം നൽകി പരലോകത്ത് അവൻ ഹാജരാക്കുന്ന വരെയുള്ള സമയം അവനുള്ള സമയമാണ്. പക്ഷെ ഒരു കാര്യമല്ല, ഒരു ഉപകാരമല്ല. അവിടെ മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അവിടെ വന്നിട്ട് ബർസഖിലെ ജീവിതമുണ്ട്, ബർസഖിലെ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ അനുഭവിക്കുക എന്നല്ലാതെ ഒരു റക്അത്ത് നിസ്കരിക്കാൻ, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ, ഒരു അല്ലാഹു അക്ബർ പറയാൻ, ഒരു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ എന്ന് പറയാൻ, ഖുർആനിലെ ഒരു ആയത്ത് ഓതാൻ, പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ ഒരു അവസരമല്ല. എല്ലാം കഴിഞ്ഞു.
ആ ബർസഖിൽ അവൻ കഴിഞ്ഞുകൂടിയിട്ട് പിന്നെ അവൻ അല്ലാഹു സമയമാകുമ്പോ അവരെ മഹ്ശറയിലേക്ക് ഹാജരാക്കുന്നവരെയുള്ള സമയം അവനുണ്ട്. പക്ഷെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത് ആരോടാ പറയുന്നതെന്നറിയോ? ഇവിടെ ജീവിച്ചിരിക്കുന്ന എന്നോടും നിങ്ങളോടുമാണ്. ഇവിടെ ജീവിക്കുന്ന എന്നോടും നിങ്ങളോടുമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന, പ്രവാചകന്റെ ഹദീസ് വായിക്കുന്ന, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും അല്ലാഹു പറയാൻ, പ്രവാചകൻ പറയാൻ, ഇപ്പൊ പ്രവർത്തിച്ചോളി, മാറ്റിവെക്കണ്ടട്ടോ. ഈ മാറ്റിവെക്കുന്നത് പിശാചിന്റെ പ്രേരണയാണ്. അതാ അല്ലാഹു പറഞ്ഞത്, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ആ വഞ്ചകനുണ്ടല്ലോ, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലമുണ്ട്. എന്ത് ആരോഗ്യമുള്ളവനാ നീ? നിനക്ക് എന്തുമാത്രം ആരോഗ്യമുണ്ട്? ഒരു പ്രശ്നമില്ലല്ലോ, ഇത്രയും കാലം ജീവിച്ചിട്ട് ഇനിയും ഒരുപാട് കാലം കിട്ടും എന്നാരാ പറയുന്നത്? ഈ ഗറൂറാണ്, ഈ വഞ്ചകൻ പറയാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെരുപ്പിന്റെ വാറുപോലെ നമ്മുടെ കൂടെയുണ്ട് മരണമെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോ അതങ്ങനെയല്ല. നിനക്ക് ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നമല്ല, നിന്നെ പോലെ ഈ രോഗമൊക്കെ ബാധിച്ചിട്ട് 10-20 കൊല്ലം ജീവിച്ച മനുഷ്യന്മാർ ഇവിടല്ലേ എന്നൊക്കെ ഇങ്ങനെ ഈ ഗറൂർ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വഞ്ചനയിൽ പെട്ടുപോകരുത് അല്ലാഹു പറയാണ്. ആ വഞ്ചനയിൽ പെടരുത്. പിന്നെയോ മരണം തൊട്ട് മുന്നിലുണ്ട്. ആ മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് നേരം മാറ്റിവെക്കാൻ അല്ലാഹു തയ്യാറല്ല. നമ്മളെ കൊണ്ട് മാറ്റി വെപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരലോകത്തെ മുന്നിൽ കാണാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരലോകമാണ് പ്രധാനം. ആ പരലോകത്തിനു വേണ്ടി ഭൗതികമായ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ബോണസായ കാര്യങ്ങളാണ്. അതിനുവേണ്ടി അല്ല പ്രവർത്തിക്കേണ്ടത്. അത് താൽക്കാലികമാണ്. ശാശ്വതമായ നേട്ടം അത് പരലോകമാണ്. ആ പരലോകത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും, കൃഷിപ്പണിയാവട്ടെ, കച്ചവടമാകട്ടെ, പൊതുപ്രവർത്തനമാകട്ടെ, സർക്കാർ ജോലിയാവട്ടെ, സാധാരണ ജീവിതമാകട്ടെ, യൗവനകാലത്തെ ജീവിതത്തിന്റെ ആഘോഷങ്ങളാവട്ടെ, നമ്മൾ വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ ആകട്ടെ, എന്തുമാവട്ടെ, ആ ചെയ്യുന്ന പ്രവർത്തനം അത് പരലോകത്തിനു വേണ്ടിയാവുക. പഠിക്കാൻ പോകുമ്പോ പരലോകത്തെ മുന്നിൽ മനസ്സിൽ ഇങ്ങനെ കാണുക. ആ പരലോകത്തിന് ദോഷമുള്ള ഒരു കാര്യവും എന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഉണ്ടാകൂല എന്ന് തീർച്ചപ്പെടുത്തുക. സ്വർഗവും നരകവും ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക. കുടുംബജീവിതത്തിൽ പരലോകത്തെ മുന്നിൽ കാണുക. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട് ദേഷ്യം ഉണ്ടാകുമ്പോ പരലോകം അത് മുന്നിൽ കാണുക. സ്വർഗത്തെ മുന്നിൽ കാണുക, നരകത്തെ മുന്നിൽ കാണുക. എങ്കിൽ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിച്ചാൽ അള്ളാഹുവിന്റെ വഅദ് അത് സത്യമാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയും. അതിന് സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഭൗതികമായ ലോകത്തിന്റെ താൽക്കാലികമായ നേട്ടങ്ങൾക്കപ്പുറം ശാശ്വതമായ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും പരിശ്രമിക്കണമെന്നാണ് നമ്മൾ ഉണർത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വചനങ്ങളിലൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസിക്കും ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ്. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുൻപ് 5 കാര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, ശ്രദ്ധിക്കണം, ജാഗ്രത കാണിക്കണമെന്നാണ്. ശബാബക ഖബ്ല ഹറമിക. യുവത്വവും വാർദ്ധക്യവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. യുവത്വം എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമതയുടെ കാലമാണ്, നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന കാലമാണ്. എന്നാൽ വാർദ്ധക്യം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയാത്ത കാലമാണ്. ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന കാലം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുവാൻ അത്ര കഴിയാത്ത കാലത്തിനു വേണ്ടി സമ്പാദിച്ചു വെക്കണമെന്ന്, ഭൗതികമായ ലോകത്തെ ഭൗതികമായ സമ്പാദ്യങ്ങൾക്ക് ഉപരിയായി പരലോകത്തിനു വേണ്ടി എല്ലാ വഖത്തും കൃത്യമായി പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ കഴിയുന്ന കാലമാണ് യൗവന കാലഘട്ടം. അത് പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ വാർദ്ധക്യകാലത്ത് ഒരുപക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വരാൻ സാധ്യമല്ലെങ്കിൽ
നമുക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇരുന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതൊക്കെ നമുക്ക് ആദ്യം നമ്മൾ സമ്പാദിച്ചു വെച്ച പ്രതിഫലത്തിന്റെ ആ ഒരു പോരിശ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനും അള്ളാഹു മാപ്പാക്കാനുമുള്ള സാധ്യതയുണ്ട്. യൗവനകാലത്ത് കഠിനമായ പരിശ്രമങ്ങൾ ചെയ്യേണ്ട കാലത്ത് വെറുതെ ഇരുന്ന് അവിടെയും ഇവിടെയും മൊബൈലിൽ തോണ്ടിയിരുന്ന് സമയം കളഞ്ഞ് യൗവനത്തിന്റെ ആഘോഷങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞിട്ട് കണ്ണും കാതും ഒക്കെ നഷ്ടപ്പെട്ട് പള്ളിയിൽ വന്ന് തസ്ബീഹ് മാലയുമായിട്ട് ഇരുന്നാൽ അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ അതിന്റെ പ്രതിഫലത്തിന് ഒരു പരിധിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിന് പ്രതിഫലമില്ല എന്നല്ല, അതിന് പരിധിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നല്ല ആരോഗ്യമുള്ള സമയം, പ്രായം ചെന്നാലും നല്ല ആരോഗ്യമുള്ള അവസ്ഥയുണ്ട്, അത് പ്രവർത്തിക്കാൻ കഴിയുന്ന കാലമാണ്. എന്നാൽ രോഗാതുരമായ അവസ്ഥയുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാവുന്ന കാര്യമാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ കൊണ്ട് നടക്കാൻ കഴിയോ, ഓടാൻ കഴിയോ, പ്രവർത്തിക്കാൻ കഴിയോ, അധ്വാനം ചെയ്യാൻ കഴിയോ, അതൊക്കെ ഈ സമയത്ത് ചെയ്യണം. രോഗം വന്നിട്ട് കയ്യും കാലും ഒക്കെ തളർന്ന് കണ്ണ് കാണാതെ ചെവി കേൾക്കാതിരിക്കുന്ന സമയത്ത് ഇന്നെ കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമല്ല. അതിന് അള്ളാന്റെ പക്കൽ പ്രതിഫലമല്ല. ഇപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ആ കഴിയുന്നതിന്റെ പരമാവധി പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ്. പിന്നെ സമ്പന്നത, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ കീശയിൽ പൈസ ഉള്ള, മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞു വരാൻ പോകുന്ന മറ്റൊരു കാലമുണ്ട്, അത് ഫഖറാണ്, ദാരിദ്ര്യമാണ്. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും, ചെയ്യാൻ ഒന്നും കഴിയില്ല. ഒരു 100 രൂപയുടെ നോട്ട് കയ്യിൽ വന്നിട്ട് ദിവസങ്ങളായി എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട്. അതിന് മുൻപൊരവസ്ഥ ഉണ്ട്, അയാളുടെ കയ്യിൽ 500 നോട്ടോ അതല്ലെങ്കിൽ പൈസന്റെ കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് വൈകുന്നേരം കയ്യിൽ പൈസ വന്നിട്ടുണ്ടാവാം. അതൊരു കാലമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള കാലം ഏതാണ്? ആരെങ്കിലുമൊക്കെ വല്ലതും തന്നെങ്കിലായി എന്ന് മാത്രം കരുതുന്ന കാലമാണ്. ആ കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആദ്യം ചെയ്തു വെക്കണം, ആദ്യത്തെ അവസ്ഥ ഉപയോഗപ്പെടുത്തണം. അതുപോലെ ഒഴിവുള്ള സമയം, ഒഴിവുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ള സമയം. ആ സമയത്ത് പരമാവധി നന്മകൾ ചെയ്യണം. കാരണം ഇനി വരാൻ പോകുന്ന ഒരു കാലം ഏതാണെന്നറിയോ? ആ കാലം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റിന്റെ കീഴില് മണിക്കൂറുകൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ട കാലം. ഷോയിലാണത്. നിസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അസഹ്യമായ വേദന കൊണ്ട് അത് എൻഗേജ്ഡ് ആണ്, കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ മണിക്കൂറിൽ കഴിയേണ്ട സമയം, ICUവിലോ അതല്ലെങ്കിൽ അതുപോലെയുള്ള തീവ്ര പരിചരണ വിഭാഗങ്ങളിലോ മണിക്കൂറുകളോ ആഴ്ചകളോ മാസങ്ങളോ കഴിയേണ്ട സമയം. അതിനു മുമ്പ് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയം ഏതാണ്? ഇപ്പോഴാണ്. ഇപ്പൊ നമ്മൾ ഫ്രീ ആണ്. ഇപ്പൊ നമ്മളാരും എവിടെയും ടോട്ടലി ബെഡഡ് അല്ല, കിടക്കുന്നില്ല. നമ്മൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ട്, പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. വരാൻ പോകുന്ന ഒരു അവസ്ഥ അങ്ങനെയല്ല. അതെപ്പോഴാ വരിക? എപ്പോഴാ ഈ സമ്പത്ത് മാറി ദാരിദ്ര്യം എപ്പോഴാ വരിക? യൗവനം മാറി എപ്പോഴാ വാർദ്ധക്യം വരിക? ആരോഗ്യം മാറി എപ്പോഴാ രോഗം വരിക? ഒന്നും പറയാൻ പറ്റില്ല. ഏതോ ഒരു സെക്കൻഡിലാണ്, ഏതോ ഒരു സമയത്ത് അങ്ങനെ ആയി മാറുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പായേരമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസങ്ങളാണ്, കഷ്ടപ്പാടാണ്, മാനസിക സംഘർഷങ്ങളാണ്, ആകെ ആദിയും വ്യാധിയുമാണ്. പിന്നെ ആ അവസ്ഥ വരുന്നതിന് മുൻപ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? എപ്പോഴാ പ്രവർത്തിക്കേണ്ടത്? ഇപ്പോഴാണ്, ഈ സമയം തൊട്ടാണ്. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ പറയാലോ, 33 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത പറയാലോ, അതൊക്കെ പറയാം. നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാലോ. ആ പ്രാർത്ഥനയൊക്കെ വിട്ട് ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റാണ് പോകുക. എന്തേ കാരണം? നമുക്ക് പോകാൻ കഴിയും, നമുക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയും, ആരോഗ്യമുണ്ട്. നമുക്ക് എന്തൊക്കെയോ ആഘോഷങ്ങൾ ബാക്കി കിടക്കുന്നതിന് അതിനുവേണ്ടി പോകണം, നമ്മളങ്ങനെ പോകുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. പടച്ചോനെ, നിസ്കാരം ശരിക്കും നിസ്കരിച്ചിട്ട് പള്ളിയിലൊക്കെ വന്നിട്ട് ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിച്ചിട്ട് ഒരു 33 വട്ടം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പറയാൻ പറ്റൂല. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ? നമ്മുടെ മുമ്പിൽ ആവശ്യക്കാരൻ വരുന്നുണ്ടോ? നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാവരും നോട്ടിന്റെ കെട്ടെടുത്തിട്ട് ആവശ്യം നിവർത്തിച്ചു കൊടുക്കണം എന്നല്ല. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതിന്റെ ഒരു ഭാഗം കൊടുത്തിട്ട് നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സമയം വേറെ ഒരാൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടോ? അതൊക്കെ പഴയ കഴിയുള്ളൂ. നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ മുഷിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഖുർആൻ ഓതുക,
ഹദീസുകൾ വായിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുക, കാണുക. ഇതൊക്കെ നല്ല നല്ല പ്രതിഫലാർഹമായ കാര്യമാണ്. അതൊക്കെ ചെയ്യാൻ നമുക്കിനി പ്രത്യേക സന്ദർഭമൊന്നും വരാനില്ല, ഒരു പ്രത്യേക സാഹചര്യമൊന്നും നമ്മുടെ മുമ്പിൽ ഒത്തുവരാനില്ല. ഇതാണ് ഏറ്റവും നല്ല സമയം, ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്. നമ്മൾ ഇന്ന് ഖുർആൻ എത്ര ആളുകൾ ഓതി? വ്യക്തിപരമായി നമ്മൾ ഓർക്കുക, നമ്മൾ എത്ര ആയത്ത് ഓതി? ഇന്ന് ഓതിയിട്ടുണ്ടോ? ഇന്നലെ ഓതിയിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഓതിയിട്ടുണ്ടോ? കഴിഞ്ഞ മാസം ഓതിയിട്ടുണ്ടോ? കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ഖുർആൻ എത്ര തവണ എടുത്തു നമ്മുടെ കയ്യിൽ? എത്ര ആയത്തിന് അർത്ഥം പുതുതായി നമ്മൾ പഠിച്ചു? എത്ര ക്ലാസ് നമ്മൾ കേട്ടു? എത്ര പുതിയ ഇസ്ലാമിക നിയമങ്ങൾ മനസ്സിലാക്കി? ഇപ്പോഴല്ലെങ്കിൽ ഇനി എന്നായി നടക്കുക? പ്രിയമുള്ളവരെ, നമ്മളെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയും ധാരണയും കൃത്യമായി കൊണ്ടു നടക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനി അവശേഷിക്കുന്ന സന്ദർഭങ്ങളിലും കാലങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പരലോകത്തിനു വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശനം നേടാൻ കഴിയുന്ന യഥാർത്ഥ വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകാതിരിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.